നമോ നാരായണായ. ശ്രീമദ് നാരായണീയം പ്രഥമസ്കന്ധം ദശകം 1. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്വാദി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യഭിസുലഭതയാ ഹസ്തലബ്ധേയധന്യ തന്നോ വാചാദിയാ വാ വദതി വദജ്ജനഃ ക്ഷുദ്രത്തൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാമഹത്യേ നിശേഷാത്മാനമേനം ഗുരുപവനപുരാ ഈശമേവാശ്രയാമ. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേ ഭൂതേന്ദ്രിയൈസ്തൈവ ബ്രൂതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തസ്വച്ഛത്വാദ്യത്യജാതിദപര സുഖജേദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നമസ്തേ. ശ്രീമൻ നാരായണീയത്തിലെ 1-ാമത്തെ ദശകത്തിലെ 3 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ആദ്യത്തെ ശ്ലോകം വളരെ ശ്രദ്ധേയമായ ഒരു ശ്ലോകമാണ്. നാരായണീയ കാവ്യം എന്തിന് രചിക്കുന്നു താൻ എന്ന് ചൂണ്ടിക്കാണിച്ച ഒരു ശ്ലോകം എന്നാണിതിന് പ്രശസ്തി നേടാനുള്ള കാരണം. ഞാൻ എന്താണ് പറയാൻ പോകുന്നത്, ഈ കാവ്യത്തിലൂടെ ഞാൻ സ്ഥാപിക്കാൻ പോകുന്നത് എന്താണ് എന്നതാണ് ആദ്യത്തെ ആ ശ്ലോകത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ദൈവം സർവവ്യാപിയാണ്, സമ്പൂർണനാണ്, ശാശ്വതനാണ്. ഇങ്ങനെ പല പല വിശേഷണങ്ങളുമുണ്ട്. നേരിൽ കാണാൻ സാധിക്കില്ല, സ്പഷ്ടതയില്ല. പക്ഷേ പുരാണ ഇതിഹാസങ്ങളിലും വേദാന്തങ്ങളിലുമൊക്കെയുള്ള സൂചനകൾ നിന്ന് വ്യക്തത നമുക്ക് മനസ്സിലാകുന്നു എന്ന് മാത്രം. പക്ഷേ അത് പൂർണ്ണമായ വ്യക്തതയല്ല. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യത്തെ ബ്രഹ്മം എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തെ കണ്ടവരാരുമില്ല എന്ന് വേദാന്തത്തിലും പറയുന്നു. വേദാന്തം പ്രധാന വിഷയമായി എടുത്തവർ അങ്ങനെയാണത് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ മേൽപ്പത്തൂർ വളരെ കർക്കശമായിട്ട് തന്നെ തൻ്റെ ആശയത്തെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ പറയുന്നതായ കാണാത്തതായ സർവവ്യാപിയായ രൂപമില്ലാത്ത നിത്യമായ ആ ബ്രഹ്മം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ തിളങ്ങുന്നു എന്നാണ്. അപ്പോൾ അത് പുതിയൊരു തത്വമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല, ഈ ജന്മത്തിലോ എത്രയോ ജന്മം കഴിഞ്ഞാലും സാധിക്കുമെന്ന് അറിയില്ല എന്ന് വിഷമിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. എന്തിനു നിങ്ങൾ വിഷമിക്കണം? ആ ഭാഗവതത്തിലും അതുപോലെ ബ്രഹ്മസൂത്രത്തിലൊക്കെ വിശദീകരിച്ച ആ ബ്രഹ്മം തന്നെയാണ് ആ രുദ്രതീർത്ഥക്കരയിൽ ആ ശ്രീകോവിലിനുള്ളിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത്രയും നിങ്ങൾക്ക് സുലഭമായ ഒരവസ്ഥയിലാണ് ആ ബ്രഹ്മത്തെ ലഭിച്ചിരിക്കുന്നത്. അത് വളരെ നല്ല വാക്കുകളിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകം. ആ തുടക്കം തന്നെ ആ വാക്കിൽ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം ആഴത്തിൽ പോയിരിക്കുന്നു നമ്മുടെ ഭട്ടതിരിപ്പാടെന്ന് മനസ്സിലാകുന്നത്. ആനന്ദം ഘനീഭവിച്ചതാണ്. സന്തോഷത്തിന് മുകളിലാണ് ആനന്ദം എന്ന് പറയുന്നത്. സന്തോഷം ആണെങ്കിൽ ഉടനെ ദുഃഖം ഉണ്ടാവും.
പക്ഷെ ആനന്ദാവസ്ഥയിൽ ദുഃഖമേ ഇല്ലാത്ത അവസ്ഥയാണ്, സ്ഥിരമായ അവസ്ഥയാണ്. ആ അവസ്ഥ ഘനീഭവിച്ചിരിക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. പിന്നെയോ ജ്ഞാനപൂർണ്ണമാണ്, അറിവ് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. അതാണ് ജ്ഞാനസമ്പൂർണത എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്വരൂപമാണ് ബ്രഹ്മം എന്ന് അദ്ദേഹം പറയുന്നു. സമാനമായി ചൂണ്ടിക്കാണിക്കുവാൻ മറ്റൊന്നും തന്നെയില്ല. കാരണം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് വേറൊന്ന് ചൂണ്ടിക്കാട്ടി ഇതാണ് എന്ന് പറയാൻ രണ്ടാമതൊന്നില്ല. അപ്പോൾ ആ ഒരു തത്വം അതിലടങ്ങിയിരിക്കുന്നു. പിന്നെ കാലത്തിൻ്റെ പരിധിയിൽ നിന്നും കാലാതീതനാണ് ഈ ബ്രഹ്മം എന്ന് പറയും. എന്നുണ്ടായി ബ്രഹ്മം, എന്നാണ് അവസാനിക്കുക എന്ന് പറയാൻ പറ്റാതെ കാലാതീതമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ ഒരു സ്ഥലത്തിൽ ഒതുങ്ങുന്നതുമല്ല, സമ്പൂർണ്ണമാണ്. ഏതൊരു വസ്തുവിൻ്റെയും ഉള്ളിലും പുറത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് സ്ഥലപരിമിതിയും നിന്നും മോചനം ലഭിച്ചിരിക്കുന്നു. നിത്യകർമ്മം തുടങ്ങിയ കാര്യങ്ങളിൽ സുഖദുഃഖാദികളുമായുള്ള ബന്ധം അശേഷമില്ല. ബ്രഹ്മം എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, അങ്ങനെ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ദുഃഖവും സന്തോഷമുണ്ട്, ഒന്നുമില്ല. നിത്യമുക്തം, നിത്യകർമ്മത്തിൻ്റെ ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പുരാണേതിഹാസങ്ങളിലും ഭാഗവത്തിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രഹ്മത്തെപ്പറ്റി. എങ്കിലും അത് വ്യക്തമാകാത്ത അവസ്ഥയിലാണ് എന്ന് പല പണ്ഡിതന്മാരും പറയുന്നു. ആ ബ്രഹ്മത്തെ എങ്ങനെ ദർശിക്കാൻ പറ്റും എന്നുള്ള വിഷമമാണ് നമ്മുടെ അധിക പേർക്കും അനുഭവപ്പെടുന്നത്. പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിൽ അതാ എല്ലാവരെയും കാത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഹന്തഭാഗ്യം ജനാന, നോക്കൂ ജനങ്ങളുടെ ഭാഗ്യം. അങ്ങനൊരു ഗുരുവായൂർ ക്ഷേത്രമില്ലെങ്കിൽ എങ്ങനെ ഈ സർവവ്യാപിയും അദൃശ്യമായ ബ്രഹ്മത്തെ കാണാൻ പറ്റും? അതാണ് ആ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ള പ്രത്യേകത എന്ന് അടിവരയിട്ടുകൊണ്ട് സംശയലേശമന്യേ മേൽപ്പത്തൂർ വ്യക്തമാക്കുകയാണ്. നാരായണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആദ്യത്തെ ശ്ലോകം. ഭക്തന്മാരിങ്ങനെ വായിച്ചു പോകുന്നുണ്ട്, നന്നായിട്ട് വായിക്കുന്നുണ്ട്. പക്ഷേ ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ നാരായണീയം എത്ര തവണ വായിച്ചിട്ടും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതാണ് ഭക്തന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അടുത്ത ശ്ലോകത്തിൽ വീണ്ടും തൻ്റെ ഈ തത്വത്തെ തന്നെയാണ് അവിടെ വിശദീകരിക്കുന്നത്. ഈ ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല, ഇനി അഥവാ കാണുന്നുണ്ട് എത്രയോ ജന്മങ്ങൾ വേണ്ടി വരും, ജന്മജന്മാന്തരങ്ങളിലൂടെ ചിലപ്പോൾ ദർശിച്ചെന്ന് വരാം. ദുർലഭമായ ഒരു വസ്തുവാണ്. പക്ഷേ നിങ്ങൾ എന്തിന് വിഷമിക്കണം? ഈ ഒരിക്കലും കാണാത്തതായ ബ്രഹ്മത്തെ തേടിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം എന്തിന് വ്യർത്ഥമാക്കണം? നമുക്കൊരു ജന്മേ ഉള്ളൂ, അതാണല്ലോ നമ്മൾ ആസ്വദിക്കേണ്ടത്. അപ്പോൾ ആ ജന്മത്തിൽ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനതിന് മെനക്കെടണം? കാരണം ആ ബ്രഹ്മത്തെയാണ് നമുക്ക് നിത്യവും കാണാൻ പറ്റുന്ന രൂപത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉള്ളത്. അതായത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു നമ്മൾ കഴിക്കേണ്ട വസ്തു അല്ലെങ്കിൽ ആസ്വദിക്കേണ്ട വസ്തു. പിന്നെ നാലു ഭാഗം നോക്കി നിന്നിട്ട് എന്താ കാര്യം? നമ്മുടെ കയ്യിലേക്ക് തന്നെ നോക്കുക, അവിടെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു ആ രത്നം. പക്ഷേ അതറിയാതെ ബ്രഹ്മത്തെ തേടിക്കൊണ്ടൊരു ജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണ്. അത് ശരിയല്ല. ഇവിടെ ജ്ഞാനയോഗികളെ വിമർശിക്കുക തന്നെയാണല്ലേ ചെയ്യുന്നത് മേൽപ്പത്തൂർ. അതും അദ്ദേഹത്തിൻ്റെ ആശയവുമായിട്ട് നമ്മൾ അടുത്ത് പെരുമാറുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേദാന്ത പണ്ഡിതന്മാർ ബ്രഹ്മത്തെ പ്രാപിക്കുക എന്നത് ഏറെ ദുഷ്കരം എന്ന് അവർ പറയുന്നു. പിന്നെ എന്തിനതിൻ്റെ പിന്നാലെ പോകണം? ഞാനിവിടെ പറയുന്നു ഗുരുവായൂരപ്പനാണ് ആ ബ്രഹ്മം എന്ന്. ജനങ്ങളതുകൊണ്ട് ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്കെന്നും കാണാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളുടെ ആശയാഭിലാഷങ്ങളെ പൂർത്തീകരിക്കുന്ന രീതിയിൽ ആ ബ്രഹ്മം ഗുരുവായൂരപ്പ രൂപത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ വിളങ്ങുന്നു എന്ന് കൂടി അദ്ദേഹം ഉറപ്പിക്കുകയാണ്. പിന്നെ കിട്ടാത്തതിനെ അന്വേഷിച്ചുകൊണ്ട് എന്തിന് ജീവിതം പാഴാക്കണം എന്ന് സർവസംഘ പരിത്യാഗികളായ മഹാത്മാക്കളോട് അദ്ദേഹത്തിൻ്റെ ഒരു സംശയമാണ് പ്രകടിപ്പിക്കുന്നത്.
ഇവിടെ ഈ വിഗ്രഹാരാധനയെ എതിർക്കുന്നവർക്കുമുള്ള മറുപടിയാണ് മേൽപ്പത്തൂർ നൽകുന്നത്. ക്ഷേത്രത്തിൽ ദൈവമൊന്നുമില്ല, വെറും ശിലയാണ്, എന്തിനവിടെ പോകണം? ജീവിതത്തിൽ ആദ്യകാലത്തൊക്കെ ക്ഷേത്രത്തിൽ പോയി അവിടെ പ്രാർത്ഥന നടത്തി കൊള്ളാം, പക്ഷെ അവിടെ തന്നെ ആയിപ്പോരുത് ജീവിതം. അതിനും അപ്പുറത്താണ് നമ്മുടെ ലക്ഷ്യമുള്ളത് എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കാറ്. പക്ഷെ അതല്ല ശരി. ഇവിടെ വിഗ്രഹരൂപത്തിൽ ശ്രീകോവിലിൽ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് ബ്രഹ്മമെന്ന് തിരിച്ചറിയാൻ അല്പം താമസിക്കുമെങ്കിലും നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ ബ്രഹ്മത്തെ ഗുരുവായൂരപ്പനിലൂടെ കാണാൻ പറ്റും എന്നാണ് ആ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കണം. ബ്രഹ്മം നിർഗുണ നിരാകാരമാണ്. നിർഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇത് മൂന്നും ഇല്ലാത്തതാണ്. നിരാകാരമാണ്, രൂപമില്ലാത്തതാണ്. പക്ഷേ ആ ബ്രഹ്മം ഇവിടെ സഗുണ സാകാരമായിട്ട് ഗുരുവായൂരിലുണ്ട്. സഗുണം എന്ന് പറഞ്ഞാൽ സത്വ, രജ, തമോ ഗുണം, ഈ മൂന്ന് ഗുണങ്ങളോടുകൂടി രൂപത്തിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിനെപ്പോഴും രൂപം തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു തത്വം വ്യാഖ്യാനിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക് ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം. ആ ശാസ്ത്രീയ തത്വത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വിഷമമുണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യും? അത് കൂടുതൽ മനസ്സിലാപ്പിക്കാനായിട്ട് അതിൻ്റെ രൂപം വരയ്ക്കും, ഡെമോൺസ്ട്രേഷൻ എന്ന് പറയും. അതിലൂടെ ഇതാണ് ബ്രഹ്മം എന്ന് വിചാരിക്കുക, അപ്പോൾ ബ്രഹ്മം ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്ന തരത്തിൽ ഇതിനെ നമ്മൾ ചിന്തിച്ചാൽ ആ ബ്രഹ്മം തന്നെയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു തത്വം കൂടി പറയുകയാണ്. ബ്രഹ്മം നിർഗുണ നിരാകാരം ആണ് താനും, അതേസമയം ബ്രഹ്മം സഗുണ സാകാരവുമാണ്. ഒരു പ്രത്യേക തത്വശാസ്ത്രമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് രൂപമില്ലാത്ത ബ്രഹ്മത്തെ ധ്യാനിക്കണോ, ധ്യാനിച്ചോളൂ. പക്ഷേ ഇവിടെ ബ്രഹ്മത്തിനെ രൂപത്തിലൂടെ കാണാൻ സാധിക്കുമ്പോൾ ആ ദേവനെ ആരാധിക്കുന്നതല്ലേ കൂടുതൽ എളുപ്പം എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. അത് വിഗ്രഹാരാധനയുടെ തത്വം കൂടി ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ എന്താണ്? വിശേഷേണ ഗ്രഹിക്കുവാനുള്ളത് എന്നാണ്. ഒരു തത്വത്തെ ബുദ്ധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും അത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ രൂപം ആവശ്യമാണ്. അതിനാണ് വിഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ വിഗ്രഹമില്ലാതെ നമ്മുടെ മനസ്സൊന്നിനെയും സ്വീകരിക്കില്ല. എല്ലാം ദൃശ്യവൽക്കരിക്കപ്പെടണം. അത് കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയാണല്ലേ എന്ന് തോന്നുന്നത്. ഏതൊരു മനുഷ്യൻ എത്ര ബുദ്ധിജീവിയായാലും ശരി. അപ്പോൾ സർവ്വവ്യാപിയായ ദൈവത്തിന് രൂപമില്ലെങ്കിൽ എങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും? അതിൻ്റെ ആ സംശയത്തെയാണ് ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തീർത്തു കൊടുക്കുന്നത്. വരൂ, ഞാനിതാ ഇവിടെ എത്തിയിരിക്കുന്നു. എനിക്ക് കഠിനമായ വാതരോഗമാണ്. ഞാൻ വേദവും വേദാന്തവും പുരാണങ്ങളും വ്യാകരണമൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം 27 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് സകല വേദാന്തവും ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും അതുപോലെ ഭാഗവത ഭാരത ഇതിഹാസങ്ങളൊക്കെ തന്നെ ഹൃദിസ്ഥമാണ്. അതുപോലെ സംസ്കൃത ഭാഷയിൽ അസാധാരണമായ കഴിവ് നേടിയവരാണ്. അദ്ദേഹത്തിന് വേറൊന്നും പഠിക്കാനില്ല. ഈ പ്രായത്തിൽ അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഒക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നും സഹോദരനിൽ നിന്നൊക്കെ എളുപ്പത്തിൽ തന്നെ ഗ്രഹിക്കാൻ സാധിച്ചിരിക്കുന്നു. അദ്ദേഹമാണ് തനിക്ക് വാതരോഗം വന്ന് കലശലായപ്പോൾ ആ വാതരോഗത്തിന് വിമുക്തി നേടാനായിട്ട് വളരെ ദൂരം സഞ്ചരിച്ച് ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലെത്തി ആ തെക്കേ വാതിൽമാടത്തിൽ വടക്കേ അറ്റത്ത് ഇരുന്നു കൊണ്ട് ശ്രീലകത്തേക്ക് നോക്കി ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഭഗവാനെ, അങ്ങ് ഇവിടെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇതുവരെ കാണാത്തതായ ബ്രഹ്മത്തെ തേടി അലഞ്ഞിങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നത്? അങ്ങയെ ദർശിക്കുമ്പോൾ തന്നെ
എന്തൊരു സുഖമാണ് ആ ദർശനം. ശരിയല്ലേ അദ്ദേഹം പറയുന്നത്? ഇപ്പോൾ ഗുരുവായൂർ എല്ലാ കൊല്ലത്തേക്കാളും കൂടുതൽ തിരക്കുകൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ആ തിരക്ക് ഇതുവരെ ചില പ്രത്യേക ദിവസങ്ങളിലായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇതല്ല, എല്ലാ ദിവസവും അവിടെ ജനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതെന്തുകൊണ്ട്? നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ദേവസ്വം അധികാരികൾക്ക്. ഒഴുകുകയാണ്. ഒരു സെക്കൻഡ് നോട്ടത്തിനാണത്. ആലോചിച്ച് നോക്കണം. എത്രയോ ദൂരത്തു നിന്നാണ് ആളുകൾ ഗുരുവായൂരിലേക്ക് വരുന്നത്. ആ ഗുരുവായൂരിലേക്ക് വന്ന് ആ കുളി ഇതൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തുമ്പോഴാണ് നീണ്ട ക്യൂ കാണുന്നത്. എന്നിട്ട് അവർ നിരാശരാവുന്നില്ല, ക്യൂവിൽ നിൽക്കുകയാണ്. 3-4 മണിക്കൂർ വരെ കാത്തു നിന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശം കിട്ടുന്നത്. വാതിൽമാടത്തിൻ്റെ അടുത്തേക്ക് ഉള്ളിലേക്ക്. അത് കഴിഞ്ഞ് ദേവൻ്റെ ആ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്ന ആ നിമിഷമാണ് ഒരു ദർശനം കിട്ടുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടനെ മാറേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആകെ നമുക്ക് എത്ര സമയമാണ് ആ ദർശനം കിട്ടുന്നത്? 1 സെക്കൻഡോ 2 സെക്കൻഡോ 3 സെക്കൻഡോ. എന്നിട്ടും എന്തേ ജനങ്ങൾ ഇത്ര കൂടുന്നത്? ആ ബ്രഹ്മദർശനമല്ലാതെ വേറെ എന്താ? സർവവ്യാപിയാണ് ഗുരുവായൂരപ്പൻ. 1 സെക്കൻഡിൻ്റെ 100-ൽ-1 നേരിട്ട് കിട്ടിയാൽ തന്നെ അത് ജന്മസാഫല്യമാണ് എന്ന ആ വലിയൊരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ നാരായണീയം വാസ്തവത്തിൽ ഒരു ഔഷധം പോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. മാനസികമായ വിഷമങ്ങൾക്ക് പല സിദ്ധൌഷധങ്ങളുമുണ്ട്, ശരിയാണ്. പക്ഷേ നാരായണീയം ഒരു ഔഷധം ആയിട്ട് തന്നെയാണ് പലരും കാണുന്നത്. അത് എൻ്റെ സ്വാനുഭവത്തിൽ കൂടി തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കോവിഡ് കാലത്ത് പുറത്തെവിടെയും ഇറങ്ങാൻ പറ്റാത്ത ആ ഒരു ഘട്ടത്തിൽ 65 വയസ്സ് കഴിഞ്ഞവർ പുറത്തിറങ്ങരുത് എന്നുള്ള കർക്കശമായ നിയന്ത്രണമുള്ള ഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ അടച്ചിരിക്കേ നിവൃത്തിയുള്ളൂ. എത്ര കാലം, എപ്പോഴാണ് കോവിഡ് പോവുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്നില്ല. വൈദ്യശാസ്ത്രത്തിന് പറയാൻ പറ്റുന്നില്ല, സർക്കാരിന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ മനുഷ്യരുടെ മനസ്സിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ ആ സന്ദർഭത്തിൽ ഗുരുവായൂരപ്പൻ തോന്നിച്ചതാണ് നാരായണീയത്തിനൊരു വ്യാഖ്യാനം രചിക്കൂ എന്നുള്ളത്. അത് എനിക്കെന്തോ ഒരു ഉൾവിളി പോലെ ഞാൻ സ്വീകരിച്ചു. അപ്പോഴാണ് മാർച്ച് 15-ാം തീയതി 2020 മാർച്ച് 15-ാം തീയതി അതങ്ങോട്ട് തുടങ്ങി. പിന്നെ ചിന്തകളൊന്നുമില്ല, നാരായണൻ തന്നെയാണ്. ദിവസം 5-6 മണിക്കൂർ ആ എഴുത്തിനിരുന്നു. അങ്ങനെ 72 ദിവസം കൊണ്ടാണ് മെയ് 25-നാണ് അവസാനിപ്പിച്ചത്. അങ്ങനെ ആ ഗ്രന്ഥം പൂർണ്ണമായും പുറത്തിറങ്ങുമ്പോഴേക്കും ഒരു കൊല്ലം, അതായത് 2021 ഈ ഗ്രന്ഥം. ആ ഗ്രന്ഥമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവലംബമായിരിക്കുന്ന ആ ഗ്രന്ഥം നാരായണീയ ഗ്രന്ഥമാണ്. അപ്പോൾ ആ ഗ്രന്ഥത്തെ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഗുരുവായൂരപ്പ നടയിൽ കൊണ്ട് സമർപ്പിക്കണം എന്ന മോഹം ഉണ്ടായിരുന്നു. പക്ഷേ ഗുരുവായൂരമ്പലത്തിൽ പ്രവേശനമില്ല, അന്ന് നിയന്ത്രണമാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ദുഃഖമാണ് പിന്നീട് എനിക്കുണ്ടായത്. അപ്പോഴാണ് അവിടുത്തെ ഊരാളനായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് ആ ദൗത്യം എന്നിൽ നിന്ന് ഏറ്റെടുത്തത്. അദ്ദേഹം അത് ആ പന്തീരടി പൂജ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് വേണ്ടി ആ ഗ്രന്ഥം അവിടെ ഭഗവാന്റെ ആ ശ്രീലകത്തിൻ്റെ പടിയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ കൊടുക്കേണ്ടതായ ദക്ഷിണയും ഒക്കെ അദ്ദേഹം തന്നെയാണ് നൽകിയത്. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു, ഭംഗിയായിട്ട് സമർപ്പിച്ചു. ഏറ്റവും വലിയ സന്തോഷമുള്ള മുഹൂർത്തമായിരുന്നു അത്. അപ്പോൾ അത് മാത്രമല്ല, അത് പലർക്കും പിന്നെ ആ ഗ്രന്ഥം പിന്നീട് ഉപകരിച്ചത് എങ്ങനെയെന്നുള്ളത് കൂടി പറഞ്ഞു. ഒരു കോവിഡ് ബാധിച്ചു എന്ന സംശയത്തിന്മേൽ ഐസൊലേഷൻ വാർഡിൽ കിടന്ന ഒരു രോഗി തൻ്റെ കൂടെ കൊണ്ടുപോയത് ഈ പുസ്തകമായിരുന്നു, നാരായണീയം. വേറൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വസ്ത്രം അത്യാവശ്യം എടുക്കാം. അവർ അവിടെ കിടന്നു ഇരുന്നും ഒക്കെ തന്നെ അവിടെ
അത് പിന്നെ എത്ര ദിവസമാണോ ഇരുന്ന് അവിടെ ആ സമയത്ത് മുഴുവൻ ഈ നാരായണീയം മാത്രമേ ഉണ്ട്, വേറെ ഔഷധമൊന്നും കാര്യമായിട്ടില്ലതാണ്. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ ഔഷധം നാരായണീയമായിരുന്നു. കോവിഡിനെതിരായിട്ട് അല്ലെങ്കിൽ കോവിഡിനെ ബാധിക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് ഈ നാരായണീയം എനിക്ക് ഉപകരിച്ചു എന്നൊരു പ്രായമായ ഒരു അമ്മ എന്നോട് നേരിട്ട് വന്ന് പറയുകയുണ്ടായി. അപ്പോൾ അനുഭവത്തിലും ഭട്ടതിരിപ്പാട് പറഞ്ഞത് സത്യമായി വന്നിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഒരു 3 ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഉപാഖ്യാനത്തിൽ ബാക്കിയുള്ള ശ്ലോകങ്ങളെപ്പറ്റി വിസ്തരിക്കും. നമസ്തേ.